ഞങ്ങൾ ഇന്നൊരു റിവീൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് നമുക്ക് ഇവരത്തെ രണ്ടിടത്തും ചോദിക്കാം. രണ്ടിന്റെ നാടൻ കാണുമ്പോഴേ അറിയാം. രണ്ടിനൊന്ന് പറഞ്ഞേ. ആ ഒരു വീഡിയോയിൽ എന്നെ കണ്ടില്ലല്ലോ, ആ ഒരു ഫാമിലിയില് എന്നെ കാണാതായപ്പോ തനിക്ക് ഒത്തിരി പേരോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയുടെ അമ്മായിമ്മയായിട്ടുള്ള ഉദയഗിരിജ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ആരാണ് ഈ അനാമിക എന്നും അനാമികയുടെ അമ്മായിമ്മ ആയിട്ടുള്ള ഉദയഗിരിജ ആരാണെന്നുള്ളതും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയിട്ട് ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ. കാരണം നമ്മൾ അവരുടെ ഈ വീഡിയോകൾ ഓൾറെഡി അടുത്ത കാലത്ത് കുറെ ചെയ്തതാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഓർഫനേജിലെ നടത്തിപ്പുകാരിയാണ് ഈ പറയുന്ന ഉദയഗിരിജ. അവരുടെ മകൻ കല്യാണം കഴിച്ച അതേ ഓർഫനേജിലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അനാമിക. നിലവിൽ അനാമികക്ക് ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം ആ ഓർഫനേജിനെ കുറിച്ചും അവരുടെ ഗർഭത്തെ കുറിച്ചും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തതാണ്. അതൊക്കെ വീഡിയോ. ഇപ്പൊ നമ്മുടെ മെയിൻ വിഷയം അമ്മായിമായിട്ടുള്ള ഉദയഗിരിജയുടെ പ്രഗ്നൻസിയാണ്. ഉദയഗിരിജയുടെ രണ്ടാം വിവാഹം കുറച്ച് മുമ്പെയാണ് നടന്നത്. ഇപ്പോൾ അവര് പ്രഗ്നന്റുമാണ്. ഉദയഗിരിജയുടെ മകളായിട്ടുള്ള വർഷയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവർ ഈ സന്തോഷ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞങ്ങൾ ഇന്നൊരു റിവീൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. അത് നമുക്ക് ഇവരത്തെ രണ്ടിടത്തും ചോദിക്കാം. രണ്ടിന്റെ നാടൻ കാണുമ്പോഴേ അറിയാം. രണ്ടിനൊന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഉണ്ണിക്കും വർഷയ്ക്കും ഇടയില് വഴക്കിനും അടി കൂടാനായിട്ട് വീണ്ടും ഒരു അതിഥി കൂടി വരും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. വരാൻ പോകുന്നത് ഇവർക്കൊരു അനിയത്തിയാണോ അനിയനാണോ എന്നറിയത്തില്ല. എനിക്ക് പക്ഷെ അനിയനാവണമെന്നാണ് താല്പര്യം. എനിക്കും അനിയത്തി മതി. നമുക്ക് നോക്കാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. അനിയനാണേലും അനിയത്തിയാണേലും ഉണ്ണിമക്ക് കളിക്കാൻ ഒരാളാണ് കൂട്ടില്. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഇതില് കുറെ പേർക്ക് നെഗറ്റീവ് പറയാൻ പറ്റും, കുറെ പേർക്ക് നല്ലത് പറയാൻ പറ്റും. ഇപ്പം നെഗറ്റീവ് പറയുന്നതോടൊന്നും പറയില്ല, നല്ലത് പറയുന്നതോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ബൈ. ആഹാ, എല്ലാവരും നല്ല ഹാപ്പി ആണല്ലോ. എന്നാൽ കമന്റ് ബോക്സ് അത്ര സന്തോഷത്തിലല്ല. ഈ ഉദയഗിരിജയ്ക്ക് പ്രായം ഏകദേശം 50 ആണെന്നൊക്കെയാണ് അവിടെ ഇവിടെ നമുക്ക് ഓൺലൈനിൽ കാണുന്നത്. അപ്പൊ ആ പ്രായത്തിൽ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത്ര നിസാര കാര്യമല്ല. എന്നാൽ ചില നാട്ടുകാർക്ക് ഇത് അത്ര കൂടി പിടിച്ചില്ല. ഈ വയസ്സാം കാലത്ത് പേർക്ക് എന്തിനാ കേടാണെന്നുള്ള തരത്തിലായി കുറെ കമന്റുകൾ. അതുപോലെ തന്നെ വീഡിയോയിൽ എല്ലാവരും ഉണ്ട്, എന്നാൽ അനാമിക മാത്രമില്ല. അതും ആളുകൾക്ക് കുറെ സംശയം ഉണ്ടായി. ഇവര് തമ്മിൽ അടിയാണോ എന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ വന്നിരുന്നു. ഇതോടെ സായി കേട്ട അനാമിക തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്തുകൊണ്ട് അവളുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഗർഭധാരണത്തെ ചുറ്റിപ്പറ്റിയും സോഷ്യൽ മീഡിയ വന്ന വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമാണ് അനാമിക വീഡിയോയിലൂടെ മറുപടി പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അടുത്ത വീഡിയോ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആയിരിക്കും. എന്റെ അമ്മേന്റെ പ്രഗ്നൻസി വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ചേച്ചിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ ചാനലിൽ ഇട്ടില്ല. ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ കേൾക്കുന്ന എത്ര പേർക്ക് ഞാൻ പറയുന്നതായിട്ട് യോജിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ മാറ്റർ, ഞാൻ പറയാൻ വന്ന മാറ്റർ അമ്മേന്റെ പ്രഗ്നൻസി തന്നെയാണ്. അമ്മേന്റെ പ്രഗ്നൻസിയെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഈ വീഡിയോയിൽ ഞാനില്ലായിരുന്നു. ഇതിലുള്ളത് ഉണ്ണിയണ്ണൻ, പക്ഷേച്ചി, സുൽത്തേട്ടൻ, സെജോണ്ണൻ, അമ്മ, ഇവർ 5 പേര് ഈ വീഡിയോന്റെ അകത്തുള്ളായിരുന്നു. ഞാനില്ലായിരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ അക്കൗണ്ടിൽ അമ്മേന്റെ പ്രഗ്നൻസി വീഡിയോ പറ്റി വീഡിയോസ് ഒന്നും, പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഷോർട്സും ലോങ്ങും ചെയ്തിട്ടില്ലായിരുന്നു. ഇതാണ് ഫസ്റ്റ് അമ്മേന്റെ പ്രഗ്നൻസിയെ പറ്റി സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ. അപ്പം അത് 2. 3 അതിൽ വന്ന കുറച്ച് കമന്റ്സ്. 4 അതിൽ വന്ന കുറച്ച് പോസിറ്റീവ് കമന്റ്. എന്നാൽ അതിൽ കുറച്ച് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അതിൽ ഞാൻ ഒരു കാര്യം പറയാം. അമ്മേന്റെ ഒക്കെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന 1-2 കമന്റുകൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെയുള്ള കുറച്ച് കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കമന്റ് ഇട്ടവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ദേഷ്യപ്പെട്ട് ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു പ്രായത്തില് ഒരു അമ്മ ആവാൻ പറ്റുന്നത് എന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല. അതും ഈ ഒരു ഏജില് ഒരു ഫാമിലി സപ്പോർട്ടോട് കൂടി, സ്വന്തം മക്കളോട് കൂടി ഒരു സപ്പോർട്ട്, സ്വന്തം മക്കളെ സപ്പോർട്ടോട് കൂടി ഒരു പ്രഗ്നൻസി ഈ ഒരു ഏജിലാവുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതും ഈ ഒരു ഏജില് പ്രഗ്നന്റ് ആവുക എന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തോ കുറ്റപ്പെടുത്തിയോ അല്ല പറയുന്നത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആവുക എന്നത് ഒരു ലക്ക് തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതും സ്വന്തം മക്കളെ സപ്പോർട്ട് കൂടി സന്തോഷമായിട്ട് പ്രഗ്നൻസി റിവീലിംഗ് ചെയ്യാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്.
അതെ, അനാമിക ഈ വീഡിയോയിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. 30 വയസ്സിലും 40 വയസ്സിലും ഒക്കെ അമ്മയാവാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അവർക്കിടയിൽ 50-ാം വയസ്സിൽ വീണ്ടും പ്രഗ്നന്റ് ആവാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഈ പറയുന്ന ഉദയഗിരിജ. അതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? അവർക്ക് ഈ പ്രഗ്നൻസിയിൽ പ്രായത്തെ തുടർന്നുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവരുത് എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിന് പകരം കഷ്ടം, നാണമില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണാവും? ഈ ഉദയഗിരിജയുടെ പാസ് എത്ര വെടുപ്പൊന്നല്ല, അത് വേറെ കാര്യം. അതിന് എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചത് വിട്ടതാണ്. വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഗ്നന്റ് ആയിരിക്കുന്നത് അവർ കല്യാണം കഴിച്ച പുതിയ ഭർത്താവിൽ നിന്നാണ്. അവരും അവരുടെ ഫാമിലിയും അതിൽ ഹാപ്പിയാണ്. അവരൊക്കെ ആ പൊന്നാമനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ. അനാമികയുടെ കുഞ്ഞിന് ഒരു അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ കൂട്ടിന് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം അവരുടെ വീഡിയോയിൽ തന്നെ പ്രകടമാണ്. പിന്നെയും എന്തിനാണ് ആ ആൾക്കാർ മോശം കമന്റ് ഇടുന്നത്? എന്തായാലും അനാമിക കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും കേട്ടോ. വേറൊരു ബന്ധം വഴി പോയിട്ടല്ല അമ്മയ്ക്ക് ബേബി വരാൻ പോകുന്നത്. അമ്മ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിക്കൊടുത്ത ഒരു കല്യാണം ആ കല്യാണത്തിൽ അമ്മ പ്രഗ്നന്റ് ആയി. അമ്മയുടെ സ്വന്തം ഹസ്ബൻഡിന്റെ കുഞ്ഞാണ് അമ്മേന്റെ വയറ്റിൽ കിടക്കുന്നത്. വേറൊരു വഴി പോയി ഉണ്ടായ കുഞ്ഞല്ല. അപ്പം അതിലെന്താണ് ഇത്ര തെറ്റ്? അവർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് കമന്റ് ഇങ്ങനെ തുരുരായി ഇടുന്നത്. അപ്പം കുറേയൊക്കെ ഇട്ടതും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറെ കമന്റ്സ് ഇട്ടിട്ടുള്ളത്. അപ്പം പ്രഗ്നൻസി എന്നതും അത് ഈ ഒരു ഏജിൽ മക്കൾ ചേർന്ന് നിന്ന് അത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഒരു ഭാഗ്യം കിട്ടാത്തതും ആ ഭാഗ്യം കണ്ടിട്ട് കുശുമ്പും കുഞ്ഞായ്മയും മനസ്സിലിങ്ങനെ കൂട്ടി വെച്ച നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അപ്പൊ ഇത്ര എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് പറയാനുള്ളൂ. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഞാൻ ജസ്റ്റ് എന്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. പിന്നെ 1-2 സൈഡിൽ കൊടുത്തേക്കുന്ന കമന്റുകളുണ്ടോ? 1-2 കമന്റുകൾ. ആ വീഡിയോയിൽ ഞാനില്ലല്ലോ, അനാമിക ഒഴിവാക്കിയോ, അനാമികയാണോ ക്യാമറമാൻ, അങ്ങനെയുള്ള കുറച്ച് കമന്റുകളും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്നെ അങ്ങനെ ആ വീഡിയോയിൽ ചെല്ലാൻ പറ്റാതിരുന്നതിൽ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടവും ഇല്ല. എനിക്ക് യാതൊരു വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. അമ്മ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കുന്നതിന് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അത് ഞാൻ വഴിയെ ദൈവം സഹായിച്ച് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇനിയും ദൈവം സഹായിച്ചിട്ട് ബാക്കിയുള്ള അമ്മേന്റെ കാര്യങ്ങൾ, സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മേന്റെ കൂടെ പോകാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം വേറെ തടസ്സങ്ങളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് അമ്മേന്റെ കൂടെ ഞാൻ ആ വീഡിയോയിൽ കാണാതിരുന്നത്. അല്ലാതെ എന്നെ മാറ്റി നിർത്തിയോ ഒന്നുമല്ല. എനിക്ക് പോകാൻ പറ്റിയില്ല. വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വഴിയെ നിങ്ങൾ എന്താണ് അറിയിക്കാം. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഒരു ദിവസം പോലും എന്നെ കാണാതിരുന്നപ്പോൾ എന്നെ തിരക്കിയല്ലോ. അതെനിക്ക് ഒത്തിരി സന്തോഷം തന്നു കേട്ടോ. കാര്യം ഞാൻ കണ്ടിട്ടുമില്ല, ഇതുവരെ പരിചയപ്പെട്ടിട്ടുമില്ല, നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് പോലും ആ ഒരു വീഡിയോയിൽ എന്നെ കണ്ടില്ലല്ലോ. ആ ഒരു ഫാമിലിയിൽ എന്നെ കാണാതായപ്പോൾ തനിക്ക് ഒത്തിരി പേരോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ തിരക്കി ഇങ്ങനെ ആൾക്കാർ കമന്റ് ഇടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കണം, എന്നെ മാറ്റി നിർത്തിയതല്ല. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ആ കാര്യം ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ സഹായം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ല രീതിക്ക് നടക്കുവാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് അനാമികയോട് സംസാരിക്കുന്നതില്ലേ. വല്ല അവിഹിതത്തിന് പോയിട്ടൊന്നുമല്ല ഉദയഗിരിജ ഗർഭിണി ആയിരിക്കുന്നത്. 2ാം വിവാഹം കഴിച്ചു, അതിലാണ് ഇപ്പൊ ഇവര് പ്രഗ്നന്റ് ആയിരിക്കുന്നത്. പിന്നെ പ്രഗ്നന്റ് ആവാൻ പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ, ഒരു 35 വയസ്സ് കഴിഞ്ഞ് പ്രഗ്നന്റ് ആകുമ്പോൾ അതിന്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രഗ്നൻസിക്ക് ഉണ്ടാവും. സാധാരണയേക്കാളും ബുദ്ധിമുട്ടേറിയ ഒരു പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കരുതി അത് മറ്റുള്ളവർക്ക് കളിയാക്കാനോ അയ്യെന്ന് പറഞ്ഞ് മോശപ്പെടുത്താനുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ മോശമായ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ അനാമിക പ്രഗ്നൻസി റിവീലും വീഡിയോയിൽ ഇല്ലാത്തതിന്റെ കാരണവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനാമികക്ക് എന്തോ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് പ്രഗ്നൻസി റിവ്യൂലും വീഡിയോക്ക് പോകാതിരുന്നത്. ആ ഇന്റർവ്യൂ സക്സസ് ആയാൽ അതിന്റെ വിശേഷങ്ങൾ പിന്നീട് പറയുമെന്നും അനാമിക പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ആൾക്കാർ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ ജന്മത്തിലും റിസ്ക് എടുത്ത് കുഞ്ഞിന് ജന്മം നൽകാനിരിക്കുകയാണ് ഉദയഗിരിജ. അതുപോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മുമ്പ് ഈ പറയുന്ന അനാമിക തന്റെ അനിയത്തിയുമായി ചെയ്തൊരു വീഡിയോ, അതിലേറെ വിമർശനങ്ങൾ അനാമികക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിയെ കളിയാക്കിയും ഒഴിച്ചു നിർത്തിയും സംസാരിച്ചതിന് അന്ന് നമ്മൾ റിയാക്ട് ചെയ്തതാണ്. ആ വിഷയത്തിൽ അനാമിക ഈ വീഡിയോയിൽ ഒരു സോറി കൂടി പറയുന്നുണ്ട്. പക്ഷേ ഈ സോറിയൊക്കെ പറഞ്ഞത് അനാമിക ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്താവുമെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. പറയുന്നത് അനാമിക ആയതുകൊണ്ട് ഒരു വിശ്വാസക്കുറവുണ്ട്. ഇപ്പൊ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന തരത്തിൽ ഇവിടെ അനാമിക സംസാരിക്കുന്നുണ്ട് അല്ലെ. പണ്ടും അനാമിക ഇതേപോലെ അമ്മ സ്നേഹമാണ്, അഖില സാഗരം ഓയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഇതേ അനാമിക തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് അമ്മയെ പൊക്കി അടിച്ചൊന്നുമല്ല, നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അത് ഞാൻ പണ്ടേ റിയാക്ട് ചെയ്തതാണ്. ആ പോസ്റ്റ് എന്തായാലും ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. അമ്മ എന്ന് പറയുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി തെറ്റുകൾ മറച്ചു വെക്കുന്നതല്ല. ഏത് പ്രതിസന്ധിയിലും സ്വന്തം മക്കളെ കൂടെ നിൽക്കുന്നതാണ് അമ്മ. ചില്ലി വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ പഴയ സ്നേഹം അഭിനയമായി തോന്നും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏത് സ്നേഹമാണ് അഭിനയം, ഏത് സ്നേഹമാണ് സത്യം എന്നുള്ളത് കാര്യം തെളിയിക്കും. കണ്ടല്ലോ, ഉദയഗിരിജിയുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് അനാമിക പോസ്റ്റ് ഇടുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്നേഹം കപടമായി എന്നുള്ള തരത്തിലൊക്കെയാണ് അനാമിക ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനാമിക ഒരു നേരം പറയുന്നത് അവൾ അടുത്ത നേരം പറയുന്നത്.
ഇപ്പൊ അമ്മയോട് വീണ്ടും നിറഞ്ഞ സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കണ്ടറിയാം അനാമിക അമ്മായിമ്മയോട് കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ. എന്നാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.